നരേന്ദ്രമോദി എന്നൊരൊറ്റ മനുഷ്യൻ കാരണമാണ് ഇന്ന് നമ്മളും ഈ ലോകവും സമാധാനത്തോടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കേൾക്കുമ്പോൾ ഒരു പക്ഷേ അതിശയോക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇതൊരു തള്ളലൊന്നും അല്ല. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ പോകുന്ന ഒരു മഹാവിപത്തിൽ നിന്ന്, അതെ, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും ഈ ഭൂമിയെ രക്ഷിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോൺ കോളും അദ്ദേഹത്തിന്റെ അസാധാരണമായ നയതന്ത്ര ഇടപെടലുമാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? എന്നാൽ കേട്ടോളൂ, ഇത് പറയുന്നത് നമ്മളല്ല, യൂറോപ്യൻ യൂണിയനിലെ അതിശക്തമായ ഒരു രാജ്യവും നാറ്റോ സഖ്യത്തിലെ പ്രധാന പങ്കാളിയുമായ പോളണ്ടിന്റെ വിദേശകാര്യ സഹമന്ത്രി വ്ളാഡിസ്ലാവ് തിയോഫിൽ ബാറ്റോസെവ്സ്കിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ 4ാം വർഷത്തിൽ ലോകത്തെ ഒട്ടാകെ നടുക്കിക്കൊണ്ട് പോളണ്ട് പുറത്തുവിട്ട രഹസ്യം എന്താണ്? ഇരുമ്പ് മറയ്ക്കുള്ളിലെ റഷ്യൻ സിംഹം വ്ളാഡിമിർ പുടിൻ പോലും കേൾക്കാൻ കാത്തു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ആ ശബ്ദത്തിന് പിന്നിലെ മാന്ത്രികത നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വരുന്നത്. ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യ പോളണ്ട് സംയുക്ത സാമ്പത്തിക കമ്മീഷൻ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പോളണ്ട് വിദേശകാര്യ സഹമന്ത്രിയായ വ്ളാഡിസ്ലാവ് തിയോഫിൽ ബാറ്റോസ്കി അതീവ ഗുരുതരവും എന്നാൽ ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്നതുമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി. യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതീവ രഹസ്യമായ നീക്കങ്ങൾ നടത്തിയിരുന്നു അത്രേ. ഒരു ആണവ ദുരന്തത്തിന്റെ വക്കിലായിരുന്നു ലോകം. റഷ്യയുടെ ആണവ മിസൈലുകൾ സൈലോകളിൽ നിന്നും പുറത്തെടുക്കാൻ പുടിൻ ഉത്തരവിട്ട ആ നിമിഷത്തിൽ റഷ്യ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്കോ ബ്രിട്ടനോ ഫ്രാൻസിനോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്കോ പോലും കഴിഞ്ഞില്ല. അവിടെയാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ ജനനായകൻ ഇടപെടുന്നത്. പുടിന്റെ ഈ വിനാശകരമായ നീക്കം തടഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഇടപെടലായിരുന്നു എന്ന് പോളണ്ട് മന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. പുടിൻ ലോകത്ത് ആദരവോടെ കാണുകയും പറയുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തോടെ കേൾക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു നേതാവ് നരേന്ദ്രമോദിയാണെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, ലോകത്തിന്റെ അധികാര സന്തുലിതാവസ്ഥ ഇന്ത്യയുടെ കൈകളിലാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. 2022 2ാം പകുതി ഉക്രൈൻ സൈന്യം പാശ്ചാത്യ രാജ്യങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളുടെ പിൻബലത്തോടെ റഷ്യൻ സൈന്യത്തിന് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്ന സമയം. ചില റഷ്യൻ അധീന മേഖലകളൊക്കെ ഉക്രൈൻ തിരിച്ചുപിടിച്ചതോടെ പുടിൻ അസ്വസ്ഥനായി. റഷ്യയുടെ പരമാധികാരത്തിന് ഭീഷണി ഉണ്ടായാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് പുടിൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ ഭയന്നു വിറച്ചു. ക്രൈംലിനിലെ ആണവ ബട്ടണിൽ പുടിന്റെ വിരലുകൾ അമരുമോ എന്ന് ഭയന്ന് പെന്റഗണും വൈറ്റ് ഹൗസും അടിയന്തര യോഗങ്ങൾ ചേർന്നു. ആരും കേൾക്കാൻ പുടിൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവിടെയാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി രക്ഷകനായി അവതരിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ള അചഞ്ചലമായ സൗഹൃദം മോദി ഈ ഘട്ടത്തിൽ കൃത്യമായി ഉപയോഗിച്ചു. മോദി പുടിനായി ഫോണിൽ സംസാരിച്ചു. ആ സംഭാഷണത്തിൽ ആണവായുധ പ്രയോഗം ഉണ്ടാക്കിയേക്കാവുന്ന ആഗോള വിപത്തുകളെക്കുറിച്ചും മനുഷ്യരാശി നേരിടാൻ പോകുന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ചും മോദി പുടിനെ ബോധ്യപ്പെടുത്തി. നരേന്ദ്രമോദി എന്ന നയതന്ത്രജ്ഞന്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും ദൃഢതയും പുടിന് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. ഒടുവിൽ മോദിയുടെ വാക്കുകൾക്ക് മുന്നിൽ പുടിൻ തന്റെ ആണവ മോഹങ്ങൾ മാറ്റിവെക്കാൻ നിർബന്ധിതനായി. പോളിഷ് മന്ത്രി ബാറ്റോസ്കെവ്സ്കിയുടെ വാക്കുകൾ കടമെടുത്താൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം ആദരിക്കുന്ന ഒരു മികച്ച നയതന്ത്രജ്ഞനാണ്. പുടിൻ മോദിയുടെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കാറുണ്ട്. റഷ്യയെ ആണവ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് മോദി മാത്രമാണ്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ മോദി ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 2022 സെപ്റ്റംബറിൽ ഉസ്ബെക്കിസ്ഥാനിലെ സമൻഗദിൽ വെച്ച് നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ലോക മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുഖത്ത് നോക്കി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു: ഇന്നത്തെ യുഗം യുദ്ധത്തിൻ്റെതല്ല. ഒരു ലോക നേതാവും പുടിനോട് നേരിട്ട് പറയാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് മോദി അവിടെ തുറന്നു പറഞ്ഞത്, അതും പുടിന്റെ മുഖത്ത് നോക്കി. ജനാധിപത്യത്തിന്റെയും നയതന്ത്രത്തിന്റെയും ചർച്ചകളുടെയും പാതയിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മോദി റഷ്യയെ ഓർമ്മിപ്പിച്ചു. ഈ വാചകം പിന്നീട് G20 ഡൽഹി പ്രഖ്യാപനത്തിന്റെ പ്രധാന പ്രമേയമായി മാറി. പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും മോദിയുടെ ധീരതയെയും സമാധാന ശ്രമങ്ങളെയും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണെന്ന് വരവേറ്റത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി.
റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങിയില്ല. കാരണം ഇന്ത്യയുടെ ആരുടെയും തണലിൽ വളരുന്ന വിദേശ നയമല്ല, മറിച്ച് തികച്ചും സ്വതന്ത്രവും പരമാധികാരവും ഉള്ളതായ നയങ്ങളാണ്. നമ്മുടെ ഊർജ്ജ സുരക്ഷയെയും 140 കോടി ജനങ്ങളുടെ ജീവിതവുമാണ് ഇന്ത്യക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി റഷ്യയിൽ നിന്നും വൻതോതിൽ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യയുടെ ഈ ശക്തമായ നിലപാടിനെ പാശ്ചാത്യ രാജ്യങ്ങൾ ആദ്യം വിമർശിച്ചുവെങ്കിലും പിന്നീട് അവർക്ക് ഇന്ത്യയുടെ യുക്തിക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെ കഴിഞ്ഞ മാസം ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും ഈ സ്വതന്ത്ര വിദേശ നയത്തെ പരസ്യമായി പുകഴ്ത്തി സംസാരിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നാൽ റഷ്യയുമായി സൗഹൃദം നിലനിർത്തുമ്പോൾ തന്നെ ഇന്ത്യ ഉക്രൈനെ കൈവിട്ടിട്ടില്ല. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും നരേന്ദ്രമോദി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. റഷ്യയിലും ഉക്രൈനിലും നേരിട്ടെത്തി സമാധാനത്തിന്റെ സന്ദേശം കൈമാറിയ ഒരേയൊരു ആഗോള നേതാവ് അത് നരേന്ദ്രമോദി മാത്രമാണ്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിന് വേണ്ടത്? ഇന്ത്യയുടെ നയതന്ത്ര വിജയം റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ ഇടപെടൽ നിർണായകമാണ്. ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ സമയത്തും ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ സമയത്തും ഇന്ത്യ സ്വീകരിച്ച സമാധാന നയതന്ത്രത്തെ പോളണ്ട് വിദേശകാര്യമന്ത്രി പ്രത്യേകം പ്രശംസിക്കുന്നുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയെയും ഗ്യാസിനെയും വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ വലിയൊരു ആവശ്യമാണ്. ഭീകരവാദത്തെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ സമാധാന ചർച്ചകൾക്കും നയതന്ത്രത്തിനുമാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇതാണ് ഇന്ത്യയെ ലോക രാജ്യങ്ങളുടെ വിശ്വസ്ത സുഹൃത്താക്കി മാറ്റുന്നത്. ഇന്ത്യയുടെ ഈ അസാധാരണമായിട്ടുള്ള ആഗോള സ്വാധീനവും നയതന്ത്ര വിജയങ്ങളും കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരം അംഗത്വം നൽകണമെന്ന ആവശ്യത്തിന് ലോകമെമ്പാടും ഇപ്പോൾ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പോളണ്ടും ഈ ആവശ്യത്തിന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യകഥ എന്താണെന്നാൽ ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന, യുദ്ധങ്ങൾ തടയാൻ കഴിയുന്ന ഒരു മഹാശക്തിയായി ഭാരതം ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ അംഗീകാരമാണ് പോളണ്ടിൻ്റെ ഈ പരസ്യ പിന്തുണ. ചൈനയും അമേരിക്കയും റഷ്യയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മധ്യസ്ഥനായി ലോകം നിൽക്കാൻ ആവശ്യപ്പെടുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാത്രമാണ്. യുദ്ധത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ എത്രത്തോളം വലുതായിരുന്നു എന്നാണ് പോളണ്ടിന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് പുതിയ ലോകക്രമത്തിൽ ഭാരതം കൈവരിച്ച സമാനതകളില്ലാത്ത നയതന്ത്ര വിജയത്തിന്റെ വിളംബരം കൂടിയാണ്. പഴയതുപോലെ ലോകശക്തികളുടെ തീരുമാനങ്ങൾക്ക് കാത്തു നിൽക്കുന്ന ഇന്ത്യയല്ല ഇത്. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകശക്തികൾ എന്ത് തീരുമാനിക്കണമെന്ന് നിശ്ചയിക്കുന്ന വിശ്വഗുരു തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് കളിയാക്കാം, ചിരിക്കാം, പക്ഷെ സത്യം സത്യമല്ലാതാവുന്നില്ലല്ലോ. മോദി എന്ന ഒരൊറ്റ നേതാവിൻ്റെ ദീർഘവീക്ഷണവും ശക്തമായ നിലപാടുകളും കാരണമാണ് ലോകം ഇന്ന് ഒരു ആണവ ദുരന്തത്തിലേക്ക് പോകാതെ സമാധാനത്തോടെ ഇരിക്കുന്നത് എന്ന് ഓരോ ഭാരതീയരും ഇനി അഭിമാനത്തോടെ പറയാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യയുടെ ഈ ആഗോള നയതന്ത്ര വിജയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.